ഇനി നമ്മൾ പോകുന്നത് ലോക്കോ പൈലറ്റുമാരുടെ സമയോചിത ഇടപെടലിൽ രക്ഷപ്പെട്ടത് 2 പേരാണ്. അബദ്ധത്തിൽ ട്രാക്കിൽ അകപ്പെട്ടവർക്ക് ജീവിതം തിരിച്ചു നൽകിയ റെയിൽവേ ജീവനക്കാർക്ക് സാമൂഹ്യമാധ്യമങ്ങളിൽ നിറഞ്ഞ കയ്യടിയാണ്. കാണാം. ആലുവയ്ക്കും അങ്കമാലിക്കുമിടയിൽ കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. 60 കിലോമീറ്റർ വേഗതയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ മുന്നിലായി കുറച്ചകലെ 2 പേർ നിൽക്കുന്നതായി ലോക്കോ പൈലറ്റുമാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആത്മഹത്യയ്ക്കുള്ള ശ്രമമല്ല എന്ന് മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ വളരെ വേഗത്തിൽ തന്നെ എമർജൻസി ബ്രേക്ക് ഇടുകയായിരുന്നു. അപ്പോൾ അവർ മാറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മാറാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ഒരു മാറുമോ, ട്രെയിൻ എത്തുന്നതിന് മുമ്പേ മാറാനുള്ള സാധ്യത ഇല്ലയെന്ന് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങളപ്പോൾ ഉടനെ തന്നെ എമർജൻസി ബ്രേക്ക് അപ്ലൈ ചെയ്തു. സ്പീഡ് ഏകദേശം ഒരു 60-65 കിലോമീറ്റർ സ്പീഡേ ആയിട്ടുണ്ടാവുള്ളൂ. എമർജൻസി ബ്രേക്ക് ചെയ്ത് അതിനിടയ്ക്ക് ഇവർ എഴുന്നേൽക്കുകയും ട്രാക്കിൽ നിന്ന് എഴുന്നേൽക്കുകയും പക്ഷേ 2 പേരൂടെ പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു. അതായത് ഒരു അബദ്ധത്തിലാണ്. പാരലായിട്ട് വീണപ്പോൾ ട്രെയിൻ അതിൻ്റെ തൊട്ട് പറയും ഇവർ വീഴുകയും ഒരു 50 മീറ്റർ തൊട്ട് അടുത്തെത്തുമ്പോഴാണ് ഇവർ വീഴുന്നത്. വീണ ഉടനെ തന്നെ ട്രെയിൻ അവരുടെ മേലെ കയറി ഏകദേശം ഒരു ഫ്രണ്ട് പോർഷൻ എഞ്ചിൻ്റെ ഫസ്റ്റ് ആക്സിലിന് മുമ്പ് ട്രെയിൻ അവിടെ നിന്നു. രക്ഷപ്പെടുത്തലിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ഉദ്യോഗസ്ഥർക്ക് അഭിനന്ദന പ്രവാഹമാണ്. ട്രെയിൻ ഇത്രയും നേരം ഡിലേ ആയി. ഒരു ആലുവയിൽ നിന്ന് പുറപ്പെട്ട് ഇത്രയും നേരമായിട്ടും അങ്കമാലി എത്തില്ല. അപ്പം നമ്മൾ റീസൺ കാണിക്കേണ്ടി വരും റെയിൽവേയോട്. ഇത് പറഞ്ഞതിനേക്കാളും നല്ലതാണല്ലോ. അതിൻ്റെ പിന്നെ തന്നെയല്ല, നാളെ റെയിൽവേ പോലീസ് വന്ന് ചോദിക്കുമ്പോൾ ആരാണ് ഇവിടെ കിടന്നത് അല്ലെങ്കിൽ ഇവിടെ നിന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളതിന് സമാധാനം പറയേണ്ടി വരും. ലോക്കോ പൈലറ്റുമാർ രക്ഷപ്പെടുത്തിയവർ ആ പ്രദേശത്ത് തന്നെയുള്ളവരാണ്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. നമുക്കിപ്പം രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘു, എത്ര കയ്യടി നൽകിയാലും മതിയാവില്ല. കാരണം 2 ജീവനുകളാണ് ഈ ലോക്കോ പൈലറ്റുമാരുടെ സമയോചിതമായ ഇടപെടൽ മൂലം രക്ഷപ്പെട്ടത്. നമ്മളും ഈ വാർത്ത കാണുന്ന പ്രേക്ഷകരിൽ ഭൂരിഭാഗവും ഒരു തവണയെങ്കിലും ലെവൽ ക്രോസ് മറിച്ച് കടന്നിട്ടുള്ളവരാണ്. നമ്മൾ സാധാരണഗതിയിൽ ഈ ലെവൽ ക്രോസ് മുറിച്ച് കടക്കുന്നവരാണ്. പക്ഷേ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാഹനം വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ കഴിവതും ഇത് ഒഴിവാക്കുകയും വേണം. നമ്മളോട് സംസാരിച്ച ലോക്കോ പൈലറ്റ് 20 വർഷത്തിലധികമായി സർവീസ് നടത്തുന്ന ആളാണ്. ഇതുവരെ അദ്ദേഹം 10-ലധികം ആളുകളെ ഇതുപോലെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കൂടുതൽ ആളുകൾ അദ്ദേഹത്തിൻ്റെ ട്രെയിന് മുന്നിൽ, അദ്ദേഹം ഓടിച്ചുകൊണ്ടിരുന്ന ട്രെയിന് മുന്നിൽ, നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് വലിയൊരു മാനസിക സമ്മർദ്ദമാണ്. കാരണം കഴിവതും ഈ ആത്മഹത്യയൊക്കെ ചെയ്യാൻ വരുന്ന ആളുകളാണെങ്കിൽ പോലും പരമാവധി രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കും. നമുക്കറിയാവുന്നതുപോലെ തന്നെ ട്രെയിൻ സാധാരണ നിലയിൽ ബൈക്കോ കാറോ ഒക്കെ നിർത്തുന്നത് പോലെ ഒരു സ്വിച്ചിട്ടാൽ നിർത്തുന്ന ഒരു വാഹനമല്ല. എന്ന് മാത്രവുമല്ല, ഒരു ട്രെയിൻ നിർത്തിയാൽ അവർക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഒക്കെ മേലുദ്യോഗസ്ഥർക്ക് കൊടുക്കേണ്ടി വരും. എങ്കിൽ പോലും അവർ പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. ഈ ട്രെയിനിന് മുന്നിൽ ആളുകൾ ആത്മഹത്യയൊക്കെ ചെയ്യുവാണ്. പരമാവധി ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. കാരണം ഈ സംഭവം തന്നെ ഇപ്പോൾ ഈ 2 പേരെ രക്ഷപ്പെടുത്തിയപ്പോൾ അവരുടെ ആദ്യത്തെ ഒരു പേടി ഇവർ മരിക്കുമോ എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. അഥവാ അവർ മരിച്ചു പോയിരുന്നെങ്കിൽ പിന്നീട് ഒരു 100-300 കിലോമീറ്ററിലധികം ദൂരം ഇവർ ഈ ഒരു മാനസിക സംഘർഷത്തോടു കൂടിയാണ് മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. പ്രത്യേകിച്ച് ഈ ട്രെയിനിൻ്റെ ഒക്കെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നവർ ഇത് ശ്രദ്ധിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഈ വീഡിയോ അദ്ദേഹം ഷെയർ ചെയ്യാനുള്ളൊരു കാരണം തന്നെ ആളുകൾക്കൊരു ബോധവൽക്കരണം ഉണ്ടാക്കുക, ഒപ്പം തന്നെ ഇത് എത്രത്തോളം, അതായത് ആത്മഹത്യ ചെയ്യുന്നവരുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ അവർ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അപ്പോഴും ഈ ജീവിച്ചിരിക്കുന്നവർക്ക് കൂടി വലിയൊരു മാനസിക ആഘാതം, അവരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത മനുഷ്യർക്ക് പോലും വലിയ ആഘാതമാണ് അവർ നൽകുന്നത്. എന്ന് മാത്രവുമല്ല, പലപ്പോഴും ഈ ട്രെയിൻ തട്ടി, അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ഇറങ്ങി വാഹനം നിർത്തി ഈ വീഡിയോ എടുക്കാൻ മറ്റൊരു കാരണം ഈ ട്രെയിനിൻ്റെ മാനേജർക്ക് ഈ പാലത്തിൽ, കാരണം ഈ ആലുവാപ്പുഴ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പം ഈ ട്രെയിനിൻ്റെ പിൻഭാഗം ആലുവാപ്പുഴയിലായിരുന്നു. ആ പാലം അതുവഴി കടന്നു പോയിട്ടുള്ളവർക്കറിയാം ആ പാലത്തിൻ്റെ ഒരു ഇത്. കാരണം അവിടെ ഇറങ്ങി അദ്ദേഹത്തിന് ആ പാലത്തിൽ കൂടെ നടന്ന് ഈ സ്ഥലത്തേക്ക് വരാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയൊക്കെയാണ് ഒരു വീഡിയോ എടുത്തത്. എന്തായാലും അവരുടെ ആയുസിൻ്റെ ബലം കൊണ്ട് 2 പേർക്കും ജീവൻ തിരിച്ചു കിട്ടി. എപ്പോഴും ഈ റെയിൽവേ ക്രോസ് മുറിച്ച് കടക്കുന്നവരും ട്രെയിനിലെ ട്രാക്കിലൂടെ ഒക്കെ വളരെ ഉദാസീനമായി നടക്കുന്നവർക്കുമൊക്കെ ഇതൊരു മുൻകരുതലാണ്. എന്ന് മാത്രമല്ല ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ നഷ്ടമാകും. എപ്പോഴും ഇതേപോലെ ഭാഗ്യം ആരെയും തുണയ്ക്കില്ല.